ഹായ് ഗൈസ്, ഇന്ന് നമ്മളൊരു പൊളി വീഡിയോ ആയിട്ട് വരണം കേട്ടോ. ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് സൂപ്പിന്റെ. എന്താ വെച്ചാൽ കർക്കിടക മാസമൊക്കെ അല്ലേ, കർക്കിടക മാസം നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ആരോഗ്യവും ഒക്കെ സംരക്ഷിക്കാനുള്ള ഏറ്റവും മെയിൻ ഒരു പഴയകാല തലമുറയുടെ റെസിപ്പിയാണ്. നല്ല പോത്തിന്റെ കാല് സൂപ്പ് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ, പൊളി സാധനമാണ്. ഇത് നമ്മളെ കിടുക്കൻ പോത്തിന്റെ കാല. ഇന്നേ ഇവിടെ ഒരു പോത്തിന്റെ പങ്കുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇറച്ചി നമ്മൾ മേടിച്ചപ്പം അവരോട് നമ്മൾ സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്ത് മേടിച്ച സാധനമാണ് ഈ പോത്തിന്റെ നട. അപ്പൊ കർക്കിടക സ്പെഷ്യലായിട്ട് നമ്മൾ ഇവനെയാണ് സൂപ്പ് അടിക്കാൻ പോകുന്നത്. എങ്ങനെ അവന്റെ പരിപാടി നമുക്ക് നോക്കാവേ. അത് ഇവനെ ചെറിയ പീസാക്കണം, നല്ലപോലെ കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് ചെറിയ പീസാക്കണം. നമുക്ക് അതിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ഈ പോത്തുംകാൽ നമുക്ക് അടിപൊളിയായിട്ടൊന്ന് കഴുകി പീസാക്കി എടുക്കാം. നമുക്ക് അതിലേക്ക് നോക്കാം. ഓക്കെ, ഞാനൊരു ചെരുവ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യം ഒന്ന് വെള്ളം വെക്കട്ടെ. കുറച്ച് അഴുക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മൊത്തം ക്ലീൻ ചെയ്യണം. ഇവിടെ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടേ, അവർ ഈ പങ്ക് വെച്ചപ്പോൾ അവിടുത്തെ ഇതൊക്കെ പറ്റുന്നതായിരിക്കും. അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ഒത്തിരി ഒന്നും ചെത്തി കളയണ്ട, കുറച്ച് കളയാൻ ചെറിയ, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ സെറ്റായിട്ട് വരത്തുള്ളൂ. ഞാൻ ഈ കട്ട് ചെയ്യാൻ നമ്മുടെ പുളിയുടെ തടിയാണ് കേട്ടോ. പുളിയുടെ തടിക്ക് പ്രത്യേകം നമ്മൾ ഇറച്ചിക്കടക്കാരൊക്കെ മിക്കവാറും ആൾക്കാർ പുളിയുടെ തടി ഉപയോഗിക്കുന്നത്. അതിനൊരു കാരണം വെച്ചാൽ ഈ പൂള് വരത്തില്ല വെട്ടുമ്പോഴേ. നമ്മളിപ്പോൾ ഇങ്ങനെ വെട്ടുമ്പോഴത്തേനും ഇപ്പോൾ വെട്ടുവന്ന് വെച്ചു പോകാം, അന്നേരം പൂള് തെറിക്കത്തില്ല. ഇറച്ചിയിലൊന്നും പറ്റുകയില്ല, സ്ട്രോങ് സാധനമാണ്. അപ്പം ഞാൻ അത്യാവശ്യം കഴുകി എടുത്തിട്ടുണ്ടേ. ഇനി നമുക്കൊന്ന് വെട്ടി ഒന്ന് പീസാക്കണം. അതിനുവേണ്ടി ഞാനൊരു കത്താഴ എടുത്തിട്ടുണ്ട്, നമ്മുടെ പഴയൊരു കത്താഴ. വേണ്ട നോക്കാം. കത്താഴ ഏതായാലും കുഴപ്പമില്ല, രണ്ട് വെട്ടിന് തന്നെ അവൻ സെറ്റപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ആ ഒരു കാലം നമ്മൾ 2 പീസാക്കി. ഇനി ഒരു കാലം ഉണ്ടല്ലോ, ഉണ്ടല്ലേ, ഇങ്ങനെ എൽ ഷേപ്പിലിരുന്നവനാണ്. പിന്നെ നമ്മൾ ഒരു പീസും കൂടെ ആക്കുന്നു. പിന്നെ കണ്ടു 2 പീസ് നമ്മൾ 4 പീസാക്കി. ഇനി നമ്മൾ ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. അത് പുളിയില്ലായിരുന്നു. മജ്ജ കണ്ടോ, സെറ്റപ്പ് ആയിട്ടിരിക്കാനകത്ത്. എന്ത് ചെയ്യുമ്പോൾ അവനെ ഇങ്ങോട്ട് ഊറ്റി എടുത്തിട്ട് ഒറ്റ അടിയടിക്കണം. അപ്പൊ നമ്മുടെ പോത്തുംകാൽ അടിപൊളിയായിട്ട് നമ്മൾ പീസാക്കിയിട്ടുണ്ട് കേട്ടോ. അതെ, ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ മീറ്റ് അതിലുണ്ട്. നമുക്ക് എന്ത് ചെയ്യുമ്പോൾ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇതിനകത്ത് നല്ല മജ്ജയൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഓരോന്നകത്ത് നോക്കുമ്പോൾ കാണാം കേട്ടോ, സെറ്റപ്പായിട്ട് മജ്ജയൊക്കെ ഇരിക്കാം. വെന്തിട്ട് അവനെ സെറ്റാക്കി എടുക്കാം. ഇതിനകത്ത് നല്ല മജ്ജയൊക്കെ നല്ല കിടുക്കാനായിട്ടിരിക്കും. ഇതിനെ വെന്തിട്ട് ഇങ്ങനെ പുറത്തോട്ട് എടുത്താണ്ടല്ലോ, കിടുക്കാൻ സാധനമാണ്. നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം. ഒന്ന് കഴുകിയാൽ പോരാ, കുറച്ച് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ പോത്തുംകാൽ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഒരു ഷോട്ട്. അടിപൊളിയില്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയല്ലേ, ഞാൻ പ്രത്യേകം മുമ്പേ പറഞ്ഞായിരുന്നു. നമ്മളൊരു അടുത്തൊരു പുള്ളിക്കാരനെ വീട്ടിൽ പങ്കുവെച്ചാണേ. അടുത്ത ഭാഗങ്ങൾ നമുക്ക് അടുക്കളയിൽ കാണാം. അപ്പം നമ്മുടെ പോത്തുംകാൽ ഞാൻ അടുക്കള എത്തിച്ചിട്ടുണ്ട്. അപ്പം അതിന് നമുക്കിനി കിച്ചണിലേക്ക് ഇട്ട് നല്ല അടിപൊളിയായിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്ന് കാണിക്കാവേ. ഇതൊക്കെയാണ് ഇതിൻ്റെ മേജർ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, ചെറിയ ഉള്ളി, പിന്നെ നമ്മുടെ മസാലകൾക്ക് പകരം ഗ്രാമ്പു, തക്കോലം, ഇത് നമ്മുടെ ജാതിപത്രിയാണ്, ജാതിക്കായുടെ അകത്തെ ഫ്ലവർ ജാതിപത്രി, പിന്നെ കറുവപ്പട്ട, ഒരു 3-4 ഏലക്ക, പിന്നെ ചെറിയ ജീരകം കുറച്ച്. പിന്നെ വേണം നമുക്ക് കുറച്ച് ജീരകം ഇടയ്ക്ക് വേണം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ടേസ്റ്റ് ഒത്തിരി ആകാനും പാടില്ല ജീരകത്തിൻ്റെ, അതുകൊണ്ടാണ് കുറച്ചിട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇവനാണ്, നമ്മുടെ കറിവേപ്പില. ഇവനില്ലാത്തൊരു കളി നമുക്കില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് ഇത്രയും കൗണ്ട് സാധനം ഉള്ളതുകൊണ്ട് നമുക്ക് ഇവനെ ചെറിയ പാത്രത്തിൽ വെച്ചാൽ ഒതുങ്ങത്തില്ല. ഇപ്പോൾ തന്നെ ഈ ചെരുവത്തിന് ഇത്രയും സൈസുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത്രയും വലിയൊരു കുക്കർ നമ്മുടെ ഇല്ല. കാരണം കുക്കർ എന്ന് പറഞ്ഞാൽ അല്ലെ പിന്നെ ഒരു 10-20 ലിറ്ററിൻ്റെ കുക്കർ വേണം വേണമെങ്കിൽ. അതുകൊണ്ട് ഞാൻ അതിന് പകരമായിട്ട് നല്ല വെടിക്കെട്ടൊരു കലം എടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കലം നിലവിലെ. അതിലേക്ക് നമ്മളവനെ സെറ്റാക്കാൻ പോവുക. ഈ കലം പണ്ട് ഇവിടെ പുറത്ത് കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് നല്ലൊരു കോലത്തിലേക്ക് ഇരിക്കുന്നില്ല. ഒരു ഞാൻ അവനെ ഒന്ന് മെരുക്കി എടുത്തിട്ടുണ്ട്, സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിന് മൺകലത്തിലൊക്കെ കൊണ്ട് അടിപൊളിയാണ് പുറത്ത്. പക്ഷേ ഒന്നിപ്പോൾ ഈ മഴയും കർക്കിടമാണ്, മുടിഞ്ഞ മഴ, രക്ഷയില്ല, പുറത്തോട്ട് ഇറങ്ങാൻ പോലും ഇല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ കിച്ചണിൽ കുക്ക് ചെയ്യുന്നില്ല. കുറച്ച് വിറകടുപ്പ് വെക്കുകയാണ്, സൂപ്പർ സാധനമായിരുന്നു. വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എന്ത് ചെയ്യുന്നു, നിർഭാഗ്യവശാൽ ഇതാണ് അവസ്ഥ, മഴ, പെരുമഴ. അപ്പോൾ ഇവനെ നമ്മൾ കലത്തിനകത്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ, സെറ്റപ്പ് ആയിട്ട് ഈ കലത്തിനുള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ചെറിയ ഉള്ളി ഇടുന്നുണ്ട്, വെളുത്തുള്ളി ഇടുന്നുണ്ട്, ഇഞ്ചി. ചെറിയുള്ളി കുറച്ച് കൂടുതൽ ഇടുവാണെങ്കിൽ ഭയങ്കര നല്ലതെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം വെച്ചപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ട് പ്രാവശ്യം. പക്ഷേ ഈ ഉള്ളി കൂടുതലിട്ട ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ നമ്മൾ കുറേ ദിവസം വെക്കുമ്പോൾ അത് കേടായി പോയ സാധ്യതയുണ്ട്, വളിച്ചു പോകാനൊരു സാധ്യതയുണ്ട്. ഇടുവാണെങ്കിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് തീർക്കാനൊക്കെ ആണെങ്കിൽ ബെറ്ററാണ്.
ഞാനിപ്പോൾ ഇത് കർക്കിടക കണ്ട് ഈ ഇരുന്ന് കുടിക്കാമെന്നൊക്കെ ഒരു പ്ലാനുണ്ട്. കുറച്ച് ഉള്ളി ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്കൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇരുന്നുണ്ട് കേട്ടോ. ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ കാണിക്കാനുണ്ട്. അത് ഞാൻ അവസാനം കാണിക്കുന്നതായിരിക്കും ഇതെല്ലാം ഇട്ടതിന് ശേഷം. അപ്പോൾ നമുക്ക് ഗ്രാമ്പു ഇടാം, തക്കോലം ഇടാം, ജാതിപത്രിയൊക്കെ അടിപൊളി സാധനമാണ് കേട്ടോ. നല്ല ഫ്ലേവർ അതിനൊക്കെ. ഏലക്ക, കറുവപ്പട്ട, ചെറിയ ജീരകം, ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ ഒരു ഇൻഗ്രീഡിയൻ്റ് അതോട് കാണിക്കാവേ. അപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേറൊന്നുമില്ല കേട്ടോ. പണ്ടത്തെ നമ്മുടെ ഇടുക്കിക്കാരുടെ കറുത്തമുട്ടം എന്നറിയപ്പെടുന്ന സ്വന്തം കുരുമുളക്. അത് ഇതിൻ്റെ മെയിൻ ക്രേസാണ്. കുരുമുളക് ഞാൻ അത്യാവശ്യം നല്ല ക്രഷ് ചെയ്യുക, ഒരു ജസ്റ്റ് ക്രഷാകും കേട്ടോ. പൊടിയാകാൻ പാടില്ല, ഒന്ന് ക്രഷാകുക. അതായത് അതൊന്ന് പൊട്ടുക, കുരുമുളക് പൊട്ടിത്തെറിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ അവനെ അതിനകത്തോട്ട് ഇടുവാണേ. അപ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇടും. നമ്മുടെ മെയിൻ ഗാർണിഷിങ് ആൻഡ് സെറ്റപ്പ് നമ്മളിപ്പോൾ സ്വന്തം കറിവേപ്പില കുറച്ച് ഊളിടുന്ന ഏറ്റവും നല്ല കേട്ടോ സൂപ്പിന് എപ്പോഴും. അവൻ്റെ ഒരു ഗുണവും ഫ്ലേവറും ഒക്കെ നല്ല സെറ്റപ്പായിട്ട് വരണം. അപ്പോൾ നിലവിൽ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് പിന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് അതായത് എല്ല് മൂടി നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് നല്ലപോലെ ഒരു 3-4 മണിക്കൂർ അങ്ങോട്ട് വേവിക്കുക. നമുക്കിതിന് വേണ്ടി ആവശ്യമുള്ള വെള്ളം ഒഴിക്കാൻ പോവാം. കാരണം ഇതിപ്പോൾ എല്ല് മൂടി നിൽക്കുന്ന അത്ര വെള്ളം വേണം. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാം. നല്ലപോലെ എല്ലാം അങ്ങോട്ടൊന്ന് മിക്സ് ആവട്ടെ. കുറച്ച് വെള്ളം ഒഴിക്കാനുണ്ട്. അപ്പം നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും വെള്ളം എല്ലാം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിവനെ അടുപ്പിലേക്ക് കയറ്റാൻ കൊണ്ടുപോകാൻ പോവുകയാണേ. അപ്പോൾ എല്ലാം നമുക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇവനെ അടുപ്പേ കയറ്റാം. അപ്പം നമ്മുടെ സൂപ്പ് നമ്മൾ അടുപ്പ് കയറ്റിയിട്ടുണ്ട്. ഇനി ഇവൻ ഇവിടെ നിന്നൊരു 2 മണിക്കൂർ അടിപൊളിയായിട്ട് ഏറ്റവും കൂടുതൽ കഴിക്കണം. 2 പോരാ, അത് കൂടുതൽ വേണം. ഇടയ്ക്ക് നമ്മൾ വേവ് നോക്കി ചെയ്യുന്നതായിരിക്കും. എത്ര നേരം വേണമെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് അടച്ചു വെക്കാം. ഇവിടെ നന്നായിട്ട് അടഞ്ഞിരുന്നങ്ങ് വേകട്ടെ. സെറ്റായിട്ട് നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പം ഞാൻ നമ്മുടെ സൂപ്പം തുറന്ന് നോക്കാൻ പോകണേ. ഇപ്പോൾ തിള കയറി കാണും. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇടാനുണ്ട്. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഒന്ന് തിള കയറിക്കുമ്പോൾ ഉപ്പിടാനുണ്ട്. ഉപ്പും കുറച്ച് പെരിഞ്ചീരകവും ഇടാനുണ്ട്. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നോക്കട്ടെ, തിളച്ച് എൻ്റെ അവസ്ഥയും കൊണ്ട് നമുക്ക് നോക്കാം. നല്ല ആവി കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ടാൽ മതിയേ. കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് എല്ലാവർക്കും വേണ്ട വിധം പിന്നെ നമുക്ക് ചേർത്താൽ മതി. തൽക്കാലം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതിനകത്ത് കുറച്ച് പെരിഞ്ചീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഉപ്പും പെരിഞ്ചീരകവും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ആവി കയറി വരുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ഇളകട്ടെ. മസാലകളും നല്ലൊരു മണമൊക്കെ, നെയ്യൊക്കെ പയ്യെ ഇളകി വരുന്നുണ്ട്. അതിൻ്റെ ഒരു മണമൊക്കെ നല്ലപോലെ വരുന്നുണ്ട് കേട്ടോ. നല്ല ചൂടാണ്, നല്ല ആവി അടിക്കുന്നു കേട്ടോ. ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വെന്ത് അവസാനം നല്ല സെറ്റപ്പായി കഴിയുമ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും കുരുമുളക് പൊടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള അതിൻ്റെ ഒരു റെസിപ്പി. അപ്പോൾ നമുക്കിന്നെ ഫൈനൽ സ്റ്റേജിൽ കാണാം. എങ്ങനെ ആവും നോക്കട്ടെ. ഇരുന്ന് വേകണം, കുറച്ച് സമയം എടുക്കും. വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. വെയിറ്റ് ചെയ്താൽ അടിപൊളി സൂപ്പ് അടിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ പോത്തുംകാൽ ഒരു 3-4 മണിക്കൂർ ഇരുന്ന് വെന്ത് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സംഗതി റെഡി ആയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇവനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇവനെ ഈ വലിയ കല വേണ്ട, നമുക്കൊരു ചെറിയൊരു ബൗളിലേക്ക് വല്ല മാറ്റിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സൂപ്പ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടേ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഒരു ചെറിയ ബൗളിലേക്ക് ഇതിൻ്റെ സൂപ്പ് കുറച്ച് ഒഴിക്കുവാണേ. ഇതിനകത്ത് ഓൾറെഡി ഇതിനകത്ത് കുരുമുളക് പൊടി ഐറ്റംസും ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. എന്നാലും കുറച്ച് കുരുമുളക് പൊടി ടേസ്റ്റ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്യുവാണേ. അത് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരമാണ് കേട്ടോ. കുരുമുളക് പൊടി ആഡ് ചെയ്യുക, ഉപ്പ് ആഡ് ചെയ്യുക എന്നുള്ളത് അതൊക്കെ സെക്കൻഡ് സൊല്യൂഷനായിട്ട് നമ്മൾ വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇവനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സെറ്റപ്പ് നല്ല സൂപ്പറാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം ഞാൻ നല്ല ക്ലിയർ സൂപ്പാണ് വെച്ചേക്കുന്നത് കേട്ടോ. കാരണം ചിലർക്ക് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് മഞ്ഞപ്പൊടിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഒരു മഞ്ഞ കളർ ലഭിക്കും. പക്ഷെ ഞാൻ നല്ല ക്ലിയർ സൂപ്പ്, അതാ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് ക്ലിയർ സൂപ്പാണ് വെച്ചേക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് മാത്രമല്ല, ഇത് കഴിക്കുമ്പോൾ കുറച്ച് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉണ്ട് കേട്ടോ. നല്ല പവർ വരും, പവർ. ഇനി നമുക്ക് ഇവന്റെ ഈ ഒരു എല്ലും കഷ്ണം ഒന്ന് കഴിച്ചു നോക്കാം. അത്യാവശ്യം നോക്കട്ടെ. ഇറച്ചല്ല അലുത്ത് പോവാ, നല്ല വെന്ത് നല്ല സൂപ്പർ വരുക. ഇനി നമുക്ക് ഇതിന്റെ മജ്ജ ഒന്ന് കൂട്ടി നോക്കാം. നോക്ക്, ഇതാണ് നമുക്ക് കാണേണ്ട സാധനം. നോക്കിയേ, ഇത് ഇത് ബോൺമാര കേട്ടോ. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. ഒരു രക്ഷയില്ല, വൻപുളിയാ. വൻപുളി എന്ന് പറഞ്ഞാൽ വൻപുളി. അപ്പൊ നമ്മുടെ സൂപ്പ് സെറ്റപ്പ് ആക്കിയിട്ടേ സൂപ്പും കഴിച്ചു. ഇതിനകത്ത് ബോണിനകത്ത് കുറച്ച് മീറ്റ് ഉണ്ട്. ഇത് നമ്മുടെ ബോൺമാരയുടെ ബാക്കി പീസ. ഇത് ഞാൻ ഈ സൂപ്പിനകത്തോട്ട് ഇട്ട് വെക്കുക. അപ്പം കുറച്ചും കൂടെ ചൂടായിട്ട് കിട്ടും. ഇതെല്ലാം നമ്മൾ കഴിച്ചു. ഇതുപോലെ എല്ലാവരും അടിപൊളിയായിട്ട് ഉണ്ടാക്കി കഴിക്കുക. വെട്ടിക്കെട്ട് സാധനമാണ്, ഒന്നും പറയാനില്ല. ഒരു വർഷത്തിൽ ഒരു 2 times പറ്റുന്നവരൊക്കെ ഇത് കഴിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. എപ്പോഴും കഴിക്കാൻ കൊള്ളത്തില്ല, കാരണം കുറച്ച് കൊളസ്ട്രോൾ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ പാടാണ്. അതുകൊണ്ട് ഈ കർക്കിടക മാസം ഭയങ്കര മഴയുള്ള കാലങ്ങളിലൊക്കെ ഇത് അടിപൊളിയായിട്ട് ഉണ്ടാക്കി കഴിച്ചാൽ എല്ലാവർക്കും ആരോഗ്യത്തിന് ഗുണമായിരിക്കും. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.